നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി നമ്മൾ ഹൈദരാബാദ് ഒരു 1 വീക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി അടിച്ച് പൊളിച്ച് അവിടെയൊക്കെ കണ്ടു. പിന്നെ നല്ലോണം ടാനും, കാരണം ഈ നല്ല ചൂടാണ്, നമ്മൾ ഇവിടത്തെക്കാളും പൊരിച്ചും ചൂട്. അപ്പോൾ ചൂടത്ത് പാർട്ടിനൊക്കെ എടുത്ത് നടന്നാകെ കരിഞ്ഞ് കരിവാളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു 7 days ഒരു ബ്രൈഡൽ അല്ലെങ്കിൽ ഒരു ടാൻ റിമൂവൽ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചലഞ്ച് ചെയ്യാന്ന്. ബ്രൈഡൽ, അതായത് നമുക്ക് കുറച്ച് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് കിട്ടണമാകുമ്പോൾ നമുക്കൊരു ബ്രൈഡൽ എന്താ പറയുക കെയർ ചലഞ്ച് അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ഒരു 7 days ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എനിക്കതൊരു ഉപയോഗമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ ടാനൊക്കെ നമ്മളൊരു 7 ദിവസം കൊണ്ട്, 7 ദിവസം മീൻസ് അടുപ്പിച്ചല്ല, നമ്മുടെ വീഡിയോസ് ഗ്യാപ്പ് വിട്ടിട്ടാണല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിനനുസരിച്ച് നമുക്ക് ആ ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 7 days അല്ലെങ്കിൽ ഒരു 10 days കൂടി വന്നാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാട്ടോ, ജോയിൻ ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഒരു 1 week പ്ലാൻ ചെയ്ത് എന്താ പറയുക, അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും ചൂടാണ് അവിടെ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കാറിലാണ് പോയത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ എന്താ പറയുക നല്ലോണം എക്സ്പ്ലോർ ചെയ്തെല്ലാം കണ്ടു, എന്തായാലും പോയി. അപ്പോൾ പിന്നെ അവിടുത്തെ എന്താ പറയുക കൊട്ടാരങ്ങളും കുറെ കോട്ടകളൊക്കെ കണ്ടു. അപ്പൊ എന്തായാലും വെയിലുള്ളതാണ്. അപ്പൊ നല്ല രീതിക്ക് തന്നെ വെയിലുണ്ട്. സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ റീഅപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ കാലത്ത് ഇവിടുന്ന് ഫുള്ള് ഒക്കെ തേച്ച് മുഖത്തൊക്കെ തേച്ച് പോവും. പിന്നെ ഫുള്ള് വെയിലുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ വരും. അങ്ങനെയാണ്. കാരണം പാറുള്ള കാരണം, പാറുവാണെങ്കിൽ പിന്നെ അങ്ങനെ അധികം അങ്ങനെ കൈമാറി ഇരിക്കില്ല, കൂടുതൽ എന്തായാലും ഇരിക്കുക. അപ്പൊ അങ്ങനെ എടുത്ത് നടക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളിന്ന് പറഞ്ഞു വന്നത്, ഇന്ന് മുതൽ നമ്മളൊരു 10 days അല്ലെങ്കിൽ ഒരു 7 days നമ്മൾ ഒരു ചലഞ്ച്, ഒരു ബ്രൈഡൽ എന്താ പറയാ ബോഡി കെയർ ചലഞ്ച് അല്ലെങ്കിൽ അപ്പൊ നമ്മളിന്ന് പറഞ്ഞു വന്നത്, നമ്മളൊരു 7 അല്ലെങ്കിൽ 10 days നമ്മളൊരു ബ്രൈഡൽ ചലഞ്ച് ചെയ്യാൻ പോവാണ്. നല്ല രീതിക്ക് തന്നെ ഫുൾ ബോഡി നമുക്ക് നല്ലോണം തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റനൊക്കെ ആയി വരുന്ന മാതിരി നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസം തോന്നുന്നുണ്ടാവില്ല. കാരണം ഞാനൊരു എന്താ പറയുക ഷോർട്സ് ഒക്കെ ചെയ്ത് അത്യാവശ്യം കുറച്ച് മേക്കപ്പ് വല്ലാണ്ടില്ല, ലിപ്സ്റ്റിക് ഇട്ടുണ്ട്. അപ്പൊ തന്നെ കുറച്ച് ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും, അതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 10 days ഒരു ദിവസം വിട്ട്, അതായത് ഗ്യാപ്പ് വിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ്. അപ്പൊ അത് ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ടാൻ മാറും, ഫേസിലെ പാട് മാറും, നല്ല ഗ്ലോയിങ് ആവും, അതുപോലെ തന്നെ നല്ലോണം ബ്രൈറ്റനിങ് ആവും, ഫേസ് നല്ല നീറ്റ് ആവും. അപ്പൊ നമുക്ക് നോക്കാം. വലിയ പണിയില്ല കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഫേസ് പാക്ക് കുറച്ച് ഒരു ഓറഞ്ച്, നമ്മുടെ ഓറഞ്ചിന്റെ തൊലി എടുക്കുക. ഒരു ഓറഞ്ചിന്റെ തൊലി ചെറുതായിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അത്ര തന്നെ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ സോക്ക് ചെയ്യുക. തലേ ദിവസം സോക്ക് ചെയ്യാൻ വെക്കുക. ഓറഞ്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ ടാന് മാറി, അതുപോലെ നമ്മുടെ എന്തെങ്കിലും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ, എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും നല്ല ഗ്ലോയും ബ്രൈറ്റനിങ് നമുക്ക് വേഗത്തിൽ തരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതെടുത്തത്. എന്നിട്ട് നമ്മൾ റോസ് വാട്ടർ ഇട്ടിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേസ് എടുക്കുമ്പോൾ അതിലൊരു ആ ഓറഞ്ചിന്റെ കളറൊക്കെ പിടിച്ച് നല്ല യെല്ലോ കളറായിട്ട് വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് നേരെ നമ്മൾ ഈ സംഭവം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ വെള്ളമൊന്നും വേണ്ട. അപ്പൊ അതിങ്ങനെ സോക്ക് ചെയ്യാൻ പാകത്തിനുള്ള റോസ് വാട്ടർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ട് നമ്മളൊരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ ഈ അരപ്പിട്ടിട്ട് നന്നായിട്ട് അതിന്റെ എക്സ്ട്രാക്റ്റ് പിഴിഞ്ഞെടുക്കുക. അപ്പൊ നമ്മൾ ഈ ഫേസ് പാക്കിന് ഒരു പ്രാവശ്യം ചെയ്താൽ മതി, പിന്നെ നമുക്ക് സിമ്പിളാണ് ഉപയോഗിക്കാനായിട്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളിത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഓറഞ്ചിന്റെ തൊലി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പൊ നല്ലൊരു എന്താ പറയാ തിക്കായിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് അതിൽ നിന്ന് വരും. അപ്പൊ അത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. നല്ലോണം അതിന്റെ എക്സ്ട്രാക്റ്റ് കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറയ്ക്കും. നമുക്കൊരു അടുപ്പിച്ച് കുറച്ച് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. പലരും പറയാറുണ്ട് എന്നൊന്നും ഫേസ് പാക്ക് ആണ്, വേറെ ഒന്നുമില്ല ചെയ്യാന്നൊക്കെ. അപ്പൊ എനിക്ക് അത്യാവശ്യം അറിയണതും നമുക്കൊരു എന്താ പറയാ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു മേഖലയില് നമുക്ക് കൂടുതൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഡാൻസ് അറിയാത്ത ഒരാൾ വന്നിട്ട് ഡാൻസ് കളിക്കണേക്കാളും അയാൾക്ക് വേറെ പാട്ട് പാടാൻ അറിയുകയാണെങ്കിൽ അയാൾ പാട്ട് പാടല്ലേ നല്ലത്. അപ്പൊ അയാൾക്ക് കുറച്ചും കൂടിയും എന്താ പറയാ അയാളും സാറ്റിസ്ഫൈഡ് ആണ്, കേൾക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവും. ഇത് വെറുതെ കോമാളി പോലെ ആവണൊക്കെ നല്ലതല്ല. അപ്പൊ അതാണ് എനിക്കറിയുന്നത് കാണിക്കണേ. അപ്പൊ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ ഒരു 10 ദിവസം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മിക്സ് എക്സ്ട്രാക്റ്റ് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ഇന്നിപ്പോ എന്തായാലും എക്സ്ട്രാക്റ്റ് എടുത്ത് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. നിങ്ങൾക്ക് കടലപ്പൊടി പലരും അലർജി എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്സ് പൗഡർ എടുക്കാം, റൈസ് പൗഡർ എടുക്കാം, അത് അരിപ്പൊടി എടുക്കാം. പിന്നെയും നിങ്ങൾക്ക് ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇത് മൂന്നും നല്ലൊരു നമുക്ക് ആ ഒരു എക്സ്ഫോളിയേഷനും ചെറിയൊരു മൈൽഡ് നല്ല സ്മൂത്ത് ആവാനും നമ്മുടെ ഫേസിലെ ടാനും കാര്യങ്ങളൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന
പൗഡേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു പൗഡറിലേക്ക് നമുക്ക് ഈ എക്സ്ട്രാക്റ്റ് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി എക്സ്ട്രാക്റ്റ് നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക. എന്നിട്ട് നമ്മളിത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മതി, എന്നും ചെയ്യണമെന്നില്ല. നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് ഞാനൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചുട്ടാ. കാരണം എന്താന്ന് വെച്ചാല് നല്ലോണം ഒരു തിക്ക് ക്രീം പോലെ ആവും അതിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് വേറെ 1, 2 വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ, വേറെ ഒന്നുമല്ല. അപ്പൊ ഇനിയിപ്പോ നേരെല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത് അപ്പൊ തന്നെ ഇടും. അപ്പൊ ഞാൻ എന്തായാലും ഒരു 10 ദിവസം ഇത് ചെയ്യും. എന്നിട്ട് അപ്പൊക്കും നമുക്ക് ആ ഒരു എന്താ പറയാ നല്ലോണം കരിവാളിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്കത് വേണമെങ്കിൽ അറിയാത്തതായിരിക്കാം. പക്ഷെ എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ ഫേസ് ഡൾ ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പൊ ദേ നമ്മുടെ പാക്ക് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫേസിലിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വരാം. പാക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരമായി, 1, 2 വീഡിയോ തന്നെ എടുക്കാൻ പോയി. അപ്പം നല്ല തിക്കായി കേട്ടോ. നമ്മളൊരു ബ്രൈഡൽ കെയർ ചലഞ്ച് പോലെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. നമുക്ക് നല്ലോണം ആ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ ചെയ്യാല്ലേ. കാരണം നമുക്ക് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി, നല്ലൊരു ഗ്ലോയും ബ്രൈറ്റനിങ് ഒക്കെ വേണ്ടി അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണേ. നല്ല രീതിക്ക് തന്നെ ടാൻ ഉണ്ട്, നമുക്ക് എന്തായാലും മാറ്റിയെടുക്കണം. കടലമാവ് അലർജി ഉള്ളവർക്ക് റൈസ് പൗഡർ എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഓട്സിൻ്റെ പൗഡർ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഗോതമ്പ് പൊടി പറ്റുകയാണെങ്കിൽ, ചിലർക്ക് പലതും പറ്റണില്ല, അങ്ങനെ എടുക്കാമല്ലോ. പറ്റണതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. കടലമാവ് നമുക്ക് വേഗത്തിലൊരു എക്സ്ഫോളിയേഷനും ചെറുതായിട്ട് കിട്ടും. അതുപോലെ തന്നെ പാട് മാറാനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ നല്ലതാണ്. എനിക്ക് പിന്നെ അത് സ്യൂട്ടാണ്, അതാണ് ഞാൻ അതെടുത്തത്. ഇത് ഉണങ്ങി കഴിയുമ്പോഴേ നമ്മുടെ ഫേസിൽ നമ്മൾ മഞ്ഞളുടെ ഫേസ് പാക്ക് ഇട്ട മാതിരി ഇരിക്കുക. കാരണം നല്ല രീതിക്ക് നല്ല മഞ്ഞൾ ഉണ്ടാവും, മഞ്ഞളുടെ കളറാ മഞ്ഞ കളർ ഉണ്ടാവും. അപ്പൊ ഈ മഞ്ഞളൊന്നും ഇടാൻ പറ്റാത്തവർക്കും നമുക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമുക്ക് മഞ്ഞൾ പറ്റിയില്ല, പക്ഷെ നമുക്ക് മഞ്ഞളുടെ പോലെ തന്നെ ഫേസ് പാക്ക് ഇടുന്നു, അങ്ങനെ ഒരു സുഖം, മനസുഖം കിട്ടും. അപ്പൊ ഇതേ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കും, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കാരണം നല്ല രീതിക്ക് തന്നെ നമുക്കൊരു ഗ്ലോ വരും, ഫേസ് ബ്രൈറ്റൻ ആവും ചെറുതായിട്ട്. അതുപോലെ തന്നെ നമ്മൾ 1-2 ദിവസങ്ങളിൽ ഒരു 10 ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫേസിലെ പിഗ്മെന്റേഷനും ഡൾനെസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ, കരിവാളി പിടിച്ചൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും. അപ്പൊ ഞാൻ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിലേ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കടലമാവ് കുറുക്കി പാലിൽ കുറുക്കിയിട്ട് അതിലേക്ക് ഈ ഓറഞ്ച് നമ്മൾ എക്സ്ട്രാക്റ്റിൽ അത് ഒഴിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നല്ലതാ. എനിക്ക് ഇപ്പൊ സമയമില്ല, ഒന്നാമത്തെ അതാട്ടോ ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നന്നായി കഴുകണം കേട്ടോ. പക്ഷെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് ബ്രൈറ്റൻ ആയ മാതിരി തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു തുടക്കത്തിൽ നിന്ന് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് കാണാൻ പറ്റും ഫേസിൽ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചലഞ്ച് നമുക്കൊരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബോഡി ടാനും അതുപോലെ തന്നെ ഫേസിലെ ടാനും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് എന്തെങ്കിലും കണ്ണീവനായിട്ടുണ്ടെങ്കിൽ ഈവനാക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈസി അല്ല ഈ കാര്യം, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ, കുറച്ച് കടലമാവ് ഉണ്ടെങ്കിൽ ഈസിയാണ്. നമുക്കൊരു 7 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.